നമസ്കാരം, പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ധാട്ടവരിശകൾ, മൂന്നാമത്തെ ധാട്ടവരിശകളാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ സ്വരം പറഞ്ഞു, അതിൻ്റെ ഒന്നാം കാലം, ആ സ്വരത്തിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞു, അതെങ്ങനെ എഴുതേണ്ടെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് പാടേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒന്നാം കാലം താളമടിച്ച് നമ്മളത് ആദ്യത്തെ 2 ലൈൻ നമ്മൾ കാണിച്ചു തന്നു. നമ്മൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ ആ വരിശയുടെ തന്നെ അടുത്ത 2 കാലങ്ങൾ എങ്ങനെയാണ് പാടുക. ഒന്നാം കാലം നമ്മൾ എങ്ങനെയാണ് പാടിയത്? സ മ ഗ മ രി ഗ സ രി സ മ ഗ രി സ രി ഗ മ രി പ മ പ ഗ മ രി ഗ രി പ മ ഗ രി ഗ മ പ ഗ ധ പ ധ മ പ ഗ മ ഗ ധ പ മ ഗ മ പ ധ മ നി ധ നി പ ധ മ പ മ നി ധ പ മ പ ധ നി പ സ നി സ. അങ്ങനെയാണ് നമ്മൾ ഒന്നാം കാലം പാടിയത്. ഇനി അതിൻ്റെ 2ാം കാലത്തിലേക്ക് നമ്മൾ അതിൻ്റെ അടുത്ത കാലം, ശരിക്കും അത് 3ാം കാലം. നമ്മൾ 2ാം കാലത്തിൽ തുടങ്ങുമ്പോൾ അടുത്ത കാലം വരുന്ന 3ാം കാലമാണ്. സ മ ഗ മ സ മ ഗ മ സ മ ഗ മ 1 2 3 4 ഒരടിക്ക് 4 സ്വരം 3ാം കാലം. ഒരടിക്ക് 4 സ്വരം 3ാം കാലം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സ മ ഗ മ രി ഗ സ രി സ മ ഗ രി സ രി ഗ മ രി പ മ പ ഗ മ രി ഗ രി പ മ ഗ രി ഗ മ പ ഗ ധ പ ധ മ പ ഗ മ ഗ ധ പ മ ഗ മ പ ധ മ നി ധ നി പ ധ മ പ മ നി ധ പ മ പ ധ നി പ സ നി സ ധ നി പ ധ പ സ നി ധ പ ധ നി സ സ പ ധ പ നി ധ സ നി സ പ ധ നി സ നി ധ പ നി മ പ മ ധ പ നി ധ നി മ പ ധ നി ധ പ മ ധ ഗ മ ഗ പ മ ധ പ ധ ഗ മ പ ധ പ മ ഗ പ രി ഗ രി മ ഗ പ മ പ രി ഗ മ പ മ ഗ രി മ സ രി സ ഗ രി മ ഗ മ സ രി ഗ മ ഗ രി സ. 3ാം കാലം. അപ്പം 2ഉം 3ഉം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് തറവാക്കിയാൽ മാത്രമേ അതിൻ്റെ 4ാം കാലഘട്ടത്തിൽ പോകാൻ പാടുള്ളൂ. സ മ ഗ മ രി ഗ സ രി 1 2 3 4 1 2 3 4 ഒരടിക്ക് 8 സ്വരം. ഇതൊക്കെ നമ്മൾ ആദ്യം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. സപ്തസ്വരങ്ങൾ 4 കാലങ്ങൾ നമ്മൾ സപ്തസ്വരങ്ങൾ പഠിച്ചു. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ ധ നി ധ പ മ ഗ രി സ. ഇത്തരം പ്രാക്ടീസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. 1ാം കാലം ഒരടിക്ക് സ രി ഗ 2 സ രി ഗ മ പ ധ നി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ. 4ാം കാലം. അതുപോലെ തന്നെയാണ് സ മ ഗ മ രി ഗ സ രി. കണ്ടോ, ഒരടിക്ക് 8 സ്വരം വന്നു. നിങ്ങൾ എത്ര കാലം പഠിച്ചാലും ഈ കാലങ്ങളുടെയും താളത്തിൻ്റെയും കണക്ക് എവിടെ പോയാലും ഒരുപോലെയാണ്.
അപ്പോൾ അതുകൊണ്ട് ആ കാലം നിങ്ങൾ അതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഒന്നാം കാലം സപ്തസ്വരം പഠിച്ചതുപോലെ തന്നെ ആ 4 കാലങ്ങൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇതേ മെത്തേഡാണ് നമ്മൾ ബാക്കി ഇനി പാടുന്ന എല്ലാ കാലത്തും. നിങ്ങൾ എത്ര കാലം പാടിയാലും എത്ര കാലം പഠിച്ചാലും നമ്മൾ ഇതാണ് ഫോളോ ചെയ്യുക. അപ്പോൾ പിന്നെ 4ാം കാലം പാടുന്നത് സമഗ മരി ഗ സരി സമഗ രി സരി ഗ മരി പ മ പ ഗ മരി ഗ രി പ മ ഗ രി ഗ മ പ ഗ ധ പ ധ മ പ ഗ മ ഗ ധ പ മ ഗ മ പ ധ മ നി ധ നി പ ധ മ പ മ നി ധ പ മ പ ധ നി പ സ നി സ ധ നി പ ധ പ സ നി ധ പ ധ നി സ സ പ ധ പ നി ധ സ നി സ പ ധ നി സ നി ധ പ നി മ പ മ ധ പ നി ധ നി മ പ ധ നി ധ പ മ ധ ഗ മ ഗ പ മ ധ പ ധ ഗ മ പ ധ പ മ ഗ പ രി ഗ രി മ ഗ പ മ പ രി ഗ മ പ മ ഗ രി മ സ രി സ ഗ രി മ ഗ മ സ രി ഗ മ ഗ രി സ. ഇവിടെ കഴിഞ്ഞു. കണ്ടോ, താളത്തിൻ്റെ പകുതി നമ്മൾ 4ാം കാലം ആദ്യം ഒരു റൗണ്ട് ഫുള്ളായി പാടി കഴിഞ്ഞപ്പോൾ താളത്തിൻ്റെ പകുതിയിൽ വന്നു. ഇതാണ് താളത്തിൻ്റെ പകുതി. 1 2 3 4. ആദ്യ താളം 8 ബീറ്റാണ് അല്ലേ? എങ്ങനെ? 1 2 3 4 5 6 7 8. 8 ബീറ്റാണ് ആദ്യ താളം. അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 4. അപ്പോൾ എവിടെ വന്നു? ഉണ്ടോ, ഇവിടെ വന്ന് നിന്നു. ഇനി നമ്മൾ അടുത്ത റൗണ്ട് പാടേണ്ടത് ആ താളത്തിൻ്റെ പകുതി എന്നാണ്. സമഗ മരി ഗ സരി സമഗ രി സരി ഗ മരി പ മ പ ഗ മരി ഗ രി പ മ ഗ രി ഗ മ പ ഗ ധ പ ധ മ പ ഗ മ ഗ ധ പ മ ഗ മ പ ധ മ നി ധ നി പ ധ മ പ മ നി ധ പ മ പ ധ നി പ സ നി സ ധ നി പ ധ പ സ നി ധ പ ധ നി സ സ പ ധ പ നി ധ സ നി സ പ ധ നി സ നി ധ പ നി മ പ മ ധ പ നി ധ നി മ പ ധ നി ധ പ മ ധ ഗ മ ഗ പ മ ധ പ ധ ഗ മ പ ധ പ മ ഗ പ രി ഗ രി മ ഗ പ മ പ രി ഗ മ പ മ ഗ രി മ സ രി സ ഗ രി മ ഗ മ സ രി ഗ മ ഗ രി സ. കഴിഞ്ഞു. അപ്പോൾ 4ാം കാലം പാടുമ്പോൾ ടോട്ടൽ 2 ടൈംസ് ആ വരിസകൾ നമ്മൾ പാടുമ്പോഴേ താളം നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ വരുള്ളൂ, സമത്തിന് വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 3ാമത്തെ വരിസകൾ തുടങ്ങിയത് 2ാം കാലത്തിലാണ്, ഒരടിക്ക് 2 സ്വരം. പിന്നെ നമ്മളതിൻ്റെ അടുത്ത കാലം 3ാം കാലം പാടി ഒരടിക്ക് 4 സ്വരം. പിന്നെ നമ്മളതിൻ്റെ ലാസ്റ്റ് കാലം 4ാം കാലം ഒരടിക്ക് 8 സ്വരം. ഈ 3 കാലങ്ങൾ നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഈ സ്വരം നല്ലതുപോലെ തറവാക്കിയിട്ട് ഇതിൻ്റെ അകാര ഇകാര മകാരങ്ങൾ നിങ്ങൾ നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യണം. കാരണം ത്രോട്ട് നല്ലപോലെ വൃത്തിയാവാനും ത്രോട്ട് നല്ലപോലെ ഫ്ലെക്സിബിൾ ആവാനും നല്ലപോലെ സംഗതികളൊക്കെ വരാനും ഇത്തരം വരിസകൾ നിങ്ങൾ കൂടുതലെടുത്ത് ടഫായിട്ടുള്ള വരിസകൾ, നാട്ട് വരിസകൾ, ഇതുപോലെ ജമ്പിങ് നോട്ട്സൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം കുറച്ചുകൂടെ നമുക്ക് എല്ലാ സംഗതികളും പാടാനും ഒക്കെ ഒരു കപ്പാസിറ്റി കിട്ടും. അപ്പോൾ ഇതിൻ്റെ സമഗമ രി ഗ സരി ആ സമഗ മരി ഗ സരി സമഗ രി സരി ഗ മ പിന്നെ സമഗ മരി ഗ സരി സമഗ രി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്വരങ്ങൾ നല്ലപോലെ പഠിക്കുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ആകാരം സമഗമ രി ഗ സരി ആ. അപ്പോൾ നമുക്ക് ആ സ്വരസ്ഥാനം പോലെ കൃത്യമായിട്ട് അതിൻ്റെ സമഗമ ആ എന്ന് വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ, ആ ട്യൂണ് വൃത്തിയായിട്ട് പഠിക്കുക. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് താളത്തിൻ്റെ കൂടെ പാടി പഠിക്കുക. തുടക്കം തന്നെ താളം പഠിക്കണമെന്നില്ല. ആദ്യം നിങ്ങൾ ആ സ്വരസ്ഥാനങ്ങൾ കൃത്യമാക്കുക. സമഗമ രി ഗ സരി രി പ മ പ ഗ ധ പ ധ മ മ നി ധ നി പ സ നി സ. ഉണ്ടോ? മ നി ധ നി പ സ നി സ സ പ ധ പ നി മ പ മ ധ ഗ മ ഗ പ രി ഗ രി മ സ രി സ. ഈ സ്വരസ്ഥാനങ്ങൾ നിങ്ങൾ ആദ്യം നല്ലതുപോലെ പാടി തറവാക്കുക.
അതിനുശേഷം അതിൻ്റെ കൂടെ താളം അപ്ലൈ ചെയ്യുക, താളത്തിൻ്റെ കൂടെ പാടുക. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം. ഈ സ്വരസ്ഥാനങ്ങളും താളവും നിങ്ങൾക്ക് ഒക്കെയാണ്. നിങ്ങൾക്ക് സാറ് പാടി നിങ്ങൾ ക്ലാസ് പോലെ തന്നെയാണ് നമ്മൾ പാടുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതിൻ്റെ അകാര ഇകാര സമഗമ ആ ഈ ഓ സമഗമധിക സരി ആ ഉണ്ടോ? അപ്പം അങ്ങനെ അതിൻ്റെ ആ 3 സ്പീഡുകൾ നല്ലതുപോലെ പാടി കയ്യിലാക്കുക. അപ്പോൾ ധാട്ടുവരിശകൾ 1, 2, 3. ഇപ്പോൾ നമ്മൾ 3 ധാട്ടുവരിശകൾ എടുത്തു. നമ്മൾ ഇനി ഒരെണ്ണം കൂടി എടുക്കാം. കാരണം ധാട്ടുവരിശകൾ കുറേ ഉണ്ട്. കാരണം ജമ്പിങ് നോട്ട്സുകൾ ഒരുപാട് നമ്മൾ എത്രയധികം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് ത്രോട്ടിനും ആ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാനും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രാക്ടീസാണ് ധാട്ടുവരിശകൾ. അപ്പോൾ നമുക്കൊരു ഒരെണ്ണം കൂടെ എങ്കിലും പഠിക്കാം. മിനിമം ഒരു 4 എണ്ണമെങ്കിലും പഠിക്കാം, ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക്. അപ്പോൾ നമ്മൾ 1, 2 പഠിച്ചു, 3 പഠിച്ചു. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി. ഇതല്ലാതെ ഇതിൻ്റെ കൂടെ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന വേറെ ടൈപ്പ് കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാടി നോക്കാം. അപ്പോൾ ഈ 3 എണ്ണം നിങ്ങൾ വൃത്തിയായിട്ട് നല്ലപോലെ പഠിക്കാൻ താല്പര്യമുള്ളവർ, അതാണ് നമ്മൾ എപ്പോഴും അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്, പഠിക്കാൻ താല്പര്യമുള്ളവർ അത് കൃത്യമായി എഴുതി വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നല്ലതുപോലെ കേട്ട് അതിൻ്റെ കൂടെ പാടി നല്ലപോലെ നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് വരിക. ഓക്കെ, അപ്പം ഇത്രയും നല്ലതുപോലെ പഠിച്ചോളൂ. ബാക്കി നമ്മുടെ 4ാമത്തെ ധാട്ടുവരിശകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാടുന്നതായിരിക്കും. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അവസാനത്തെ ലെസൺ മാത്രമല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തൊട്ട് വരിക. പിന്നെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം പാടിയിട്ട് എഴുന്നേറ്റ് പോകുന്നതിനെ അല്ല നമ്മൾ സാധകം എന്ന് പറയുന്നത്. പാടിയത് തന്നെ പാടി 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 മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പാടി അതിനെ ക്ലാരിറ്റി വരുത്തി അതിനെ ഒരു പെർഫെക്റ്റ് ആക്കുന്നതിനെയാണ് നമ്മൾ സാധകം, സാധിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം സമയമെടുത്ത് താല്പര്യമുള്ളവർ മാക്സിമം സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്ത് അതിനെല്ലാം നിങ്ങൾ സ്വായത്തമാക്കുക. നിങ്ങൾക്കത് ഗുണം ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ വളരെ സന്തോഷം. അപ്പം എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.